ഓട്ടോമാറ്റിക്കലി CNG 40 കിലോമീറ്റർ മൈലേജ് കിട്ടില്ലേ? ഇതൊരു 30 കിലോമീറ്റർ മൈലേജ് കിട്ടും CNG. വണ്ടി ക്വാളിറ്റിയാണ്, ഈ ഡിമാൻഡുള്ള വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം വന്നു എത്തിയുള്ളൂ. അറിയാലോ, പോളോ GT ഓട്ടോമാറ്റിക്, പ്രത്യേകിച്ച് കളർ, കാരണം അത്ര ക്വാളിറ്റി ഉണ്ട്. RXT ആണ് ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും. എന്നാലും ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ സാധനവും ഉണ്ട്. പിന്നെ എന്താ പറയണ്ട, മൈലേജ് ആണെങ്കിൽ ഒരു 18-20 എന്തായാലും കിട്ടൂലേ? തീർച്ചയായിട്ടും. ഡസ്റ്ററിനേക്കാൾ കിടിലൻ വണ്ടിയാണ്. ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുത്താൽ ഇതൊക്കെ ക്വാളിറ്റി ഇല്ലാന്ന് ഇതൊക്കെ കൊണ്ടുപോയി നേരെ വർക്ക്ഷോപ്പിലേക്കൊന്നും കയറുന്നുണ്ട്. ഉപയോഗിക്കാം. പെട്രോൾ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാട്ടോ. 73,000 അല്ലേ? അതായത് അന്ന് ഇറങ്ങിയ വോയിസ് മെയിൽ ഉൾപ്പെടെയുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ഒരു 49,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 49 ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇത് 20 മോഡലാ, 2020 മോഡൽ. 20 SMT ആണ്. സിംഗിൾ ഓണർ ആണ്, ഷോറൂം സർവീസ് ആണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 40,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, യൂസ്ഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന വണ്ടി എവിടുന്ന് എങ്ങനെ എടുത്താലും ക്വാളിറ്റി ഉള്ളത് നോക്കി എടുത്തോളാം. ഇപ്പം നിങ്ങൾക്ക് വില കുറച്ചത് കിട്ടിയെടുത്താലും അതുപോലെ തന്നെ വില കൂട്ടിയെടുത്താലും എന്താണെങ്കിലും വണ്ടി എടുക്കുമ്പോൾ ക്വാളിറ്റി നോക്കിക്കോളാം. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ യൂസ് വണ്ടി എടുത്തിട്ട് എനിക്ക് പണി കിട്ടി, അത് കംപ്ലൈൻ്റ് ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ. പലരും ഏറ്റവും കൂടുതൽ ഈ യൂസ് കാർ മേഖലയിൽ കുറ്റം പറയുന്നൊരു കേസാണ് അല്ലേ? അപ്പോൾ ഈ കിടക്കുന്ന ഒരു വണ്ടികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഇട്ട വീഡിയോയിലൊക്കെ പലരും പറഞ്ഞു ഇവിടെ വില കൂടുതലാണ്. സമ്മതിച്ച് വില കൂടുതലാണ്, 10 രൂപ കൂടുതലാണ്. പക്ഷേ ആ 10 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു പണിയില്ലാണ്ട് വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഷോറൂമിലൊന്നും കയറ്റി വെറുതെ ഒരുപാട് പൈസ കളയേണ്ട ആവശ്യം വരില്ല. ബേസിക്കലി അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് നമ്മുടെ ഓസ്കാർ യൂസ് കാർസിലാണ്. ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ്, എറണാകുളം ജില്ലയിൽ. ആലുവ ടൗണിൽ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ്, കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമ്പർ വെച്ചിട്ടുണ്ട്, എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ കിടിലൻ കുറച്ച് ഡീസൽ വണ്ടികളും അടിപൊളി പെട്രോൾ വണ്ടികളും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സൗകര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, നല്ല വണ്ടി നോക്കുന്ന എല്ലാവരിലേക്കും വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഓസ്കാർ യൂസ് കാർസിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇന്ത്യയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി കണ്ടീഷനിലുള്ള കുറേ വണ്ടികൾ ഇക്ക നമുക്ക് തരും. മാലിക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സാധനം നമ്മൾ കുറേ നാളായി. സന്തോഷം, നിങ്ങളുടെ കൂടെ ഒന്ന് വീഡിയോ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ അതിന് വെയിറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളിതിൽ എന്തോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ച് അങ്ങനെ ഒന്നും നടന്നില്ല. നമ്മൾ എല്ലാ വീഡിയോയിലും പറയും നമ്മുടെ അടുത്തുള്ള വണ്ടിന്റെ ക്വാളിറ്റി അങ്ങേയറ്റം ക്ലിയർ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഈ കിടക്കുന്ന വാഹനങ്ങൾ എല്ലാം നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വാഹനം. ഒരു വണ്ടി നമ്മളെ പറ്റി ഏകദേശം അറിയാം, അജോനറിയാം, മാർക്കറ്റ് അറിയാം, ജനങ്ങൾക്ക് അറിയാം ഏത് ടൈപ്പ് വണ്ടിയാണ്, വാഹനങ്ങളാണ് ഓസ്കാർ കാർസിന്റെ കൊടുക്കുന്നത്. ക്വാളിറ്റി എപ്പോഴും നമ്മൾ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ കിടന്ന വണ്ടിയൊക്കെ ഒരു 10 രൂപ കൂടുതലാണ്. തീർച്ചയായിട്ടും 10 രൂപ കൂടുതലായിട്ട് ക്വാളിറ്റി വാഹനമാണ്. അവരുടെ കയറി വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങാൻ നടക്കുന്നുള്ളൂ. അത്രയും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. 1 രൂപ മുടക്കേണ്ടി വരില്ല, ഒന്നും മുടക്കണ്ട. ഷോറൂം കണ്ടീഷൻ 2013 മോഡല് HUV ആണത്. 2013 ആണ് W8. ഇത് പിന്നെ കിലോമീറ്റർ 66,000 ഓടിയിട്ടുള്ളൂ. 66 കണ്ടു കഴിഞ്ഞാൽ തോന്നും. അതാണ് എന്താ നീറ്റ് അറിയാം. വണ്ടി അത്യാവശ്യം മോഡലാണെങ്കിലും വണ്ടി ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല ഇന്ത്യയിലൊക്കെ കാണുമ്പോൾ തന്നെ ക്ലീൻ വണ്ടി, ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നും. ക്ലീൻ വണ്ടി അടിപൊളി കേട്ടോ. അതായത് 13 വണ്ടി 66,000 ഓടി, ഇത് റെയർ ആണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിന്റെ വില ചോദിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊടുത്ത് 2015 കൊടുത്തത് 495. പക്ഷേ ഈ ക്വാളിറ്റി ഇല്ല, നമുക്കത് ക്വാളിറ്റി ഗ്യാരണ്ടി പറിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ കണ്ടീഷനിലാണ് കൊടുത്തത്. ഈ XUV ഒക്കെ പറയുമ്പോൾ വൃത്തിയുള്ള വണ്ടിയല്ലേ കൊണ്ടുവന്ന കസ്റ്റമറും പെട്ടും, മെയിൻ്റനൻസും ഭയങ്കര കോസ്റ്റ് ആണല്ലോ. ഒരു 5-5.25 ലോൺ കയറുമോ? അപ്പൊ തീർച്ചയായിട്ടും കയറും. നല്ല സിവിൽ സ്കോർ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ 5-5.25 ലോൺ കയറും. പിന്നെ തീർച്ചയായും വണ്ടി 100-ൽ 100 അത് ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല മോഡൽ കൂടി ഒരു പോളോ ഉണ്ട്. പോളോ 2020 ആണോ? GT ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ ആണ്. 1 ലിറ്റർ ടർബോ. ഓക്കെ, അതായത് GT-TS ആണ് കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന വണ്ടിയാണ്. പ്രത്യേകിച്ച് കളർ. അതെ. പിന്നെ ഇത് ടോർക്ക് കൺവെർട്ടർ. ഇത് ഇതല്ലല്ലോ, DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടി കേട്ടോ. DSG ആണ്. എനിക്ക് തോന്നുന്നു 21 മുതലേക്കാണ് ടോർക്ക് കൺവെർട്ടർ വരുന്നത് അല്ലേ? ഇത് അത്യാവശ്യം നല്ല വൃത്തിയും എന്താ പറയാ, ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ. ഒരു റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഈ സർവീസ് സിസ്റ്റം ഒക്കെ പക്ക ഉണ്ടല്ലോ അല്ലാണ്ട്. ഇതിപ്പോ എന്താ നമുക്ക് വില? ഇത് ചോദിക്കുന്നത് 8,50,000 ചോദിക്കുന്നത്. 2020 അതും DSG ഗിയർ ബോക്സ് അല്ലേ?
ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടി ഒന്നുമില്ല 850 ചെറുതായിട്ട് ഒരുപാട് ഇതുള്ള വണ്ടി ക്വാളിറ്റിയാണ് ഈ ഡിമാൻഡുള്ള വണ്ടിയാണ് കഴിഞ്ഞ ദിവസം വന്നു എത്തിയുള്ളൂ അറിയാലോ പോളോ GT ഓട്ടോമാറ്റിക് പ്രത്യേകിച്ച് ഈ കളർ ഫാസ്റ്റ് മൂവിംഗ് ഏറ്റവും കൂടുതൽ അനുകൂലമുള്ള കളറാണ് സത്യമാണ് അത് മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം കൂടുതൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും അടുത്തൊരു ക്യാപ്ചർ അടുത്തത് ക്യാപ്ചർ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടിയാണ് 2019 മോഡലാണ് 19 പക്ഷേ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഷോറൂം പീസാണ് ഷോറൂം കണ്ടീഷൻ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ 1.5 ലിറ്റർ ഡീസൽ അല്ലേ അതെ അതെ അത് 85 അതെ നല്ല മൈലേജും പെർഫോമൻസും എല്ലാം ഉള്ള വണ്ടി ഇത് കിലോമീറ്റർ കിലോമീറ്റർ 71,000 അല്ലേ വണ്ടി മോശമൊന്നുമില്ല നല്ല ക്ലീൻ ആട്ടോ എനിക്ക് തോന്നുന്നു ഒരുപാടധികം ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ക്യാപ്ചറിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ പറയുമ്പോൾ ഡസ്റ്ററിനെ അല്ല ഇത് മാത്രം ചോദിച്ചു വരുന്നവരുണ്ട് ഇത് ചോദിച്ചു വരുന്നവരുണ്ടെങ്കിൽ വാഹനം കൊണ്ടേ പോകുള്ളൂ കാരണം അത്ര ക്വാളിറ്റി ഉണ്ട് RX ചെയ്യാൻ ഏറ്റവും ഫുള്ളിൽ തൊട്ട് താഴെ വരും എന്നാലും ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ സാധനവും ഉണ്ട് പിന്നെ എന്താ പറയണ്ട മൈലേജ് ആണെങ്കിൽ ഒരു 18-20 എന്തായാലും കിട്ടൂലേ തീർച്ചയായിട്ടും ഡസ്റ്ററിനേക്കാൾ കിടിലം വണ്ടിയാണ് ക്വാളിറ്റിയാണ് വെൽ മെയിൻറ്റൈൻ ആണ് അതെ ഒരു പ്രീമിയം എന്നാണ് വേണം പറയാം ഡസ്റ്ററിന്റെ പ്രീമിയം റെനോൾട്ടിന്റെ പ്രീമിയം എന്ന് പറയാം അതെ അതെ 19 വണ്ടി 70 സംതിങ് ഓടിയത് ചോദിക്കുന്ന വില 590 ആണ് നമ്മൾ 5,90,000 ഇല്ല ഒന്നുമില്ല അതായത് മൈലേജ് വേണം ഏത് വാഹനവും നമ്മൾ പറയുന്ന വാഹനങ്ങൾക്ക് കസ്റ്റമർക്ക് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും ഇവിടെ ഇഷ്ടംപോലെ ഷോറൂം പിന്നെ തീർച്ചയായിട്ടും എല്ലാ വാഹനങ്ങളുടെ ഷോറൂം ഉള്ളതിന് പേരിൽ ആ കസ്റ്റമർ ഇപ്പൊ ഏകദേശം ഒരു ധാരണ ആയി കഴിഞ്ഞാൽ അവർക്ക് ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം എല്ലാ സൗകര്യം ചെയ്തു അടിപൊളി അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ 19 മോഡൽ വണ്ടി നിങ്ങൾക്ക് 590 ചെറിയ രീതിക്കൊക്കെ കുറേ ഉണ്ടാവും അല്ലേ അതെ തീർച്ചയായിട്ടും ഓക്കെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എക്കോസ്പോർട്ട് ന്യൂ ഷേപ്പ് ലാസ്റ്റ് മോഡൽ വണ്ടി അല്ലേ അതെ ലാസ്റ്റ് മോഡൽ ഇത് 20 പെട്രോൾ ആയിരിക്കും പെട്രോൾ ആണ് 20 മോഡൽ പെട്രോൾ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല കിലോമീറ്റർ ഒക്കെ 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ അതായത് സിംഗിൾ ഓണറാണ് ടൈറ്റാനിയം പ്ലസ് ഉണ്ട് അല്ലേ അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ സകല ഫീച്ചേഴ്സും വരും പിന്നെ പെട്രോൾ വണ്ടിയുടെ ഗുണം എന്ന് പറയുന്നത് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ ഒരു കംപ്ലൈന്റ് പിന്നെ വേറെ ഗുണം എന്താ അറിയോ ഇതൊക്കെ 5 സ്റ്റാറിന്റെ മേലെ റേറ്റിംഗാ ഇടിച്ച അവിടെ കിടന്നോളൂ ഇത് മാനുവൽ അല്ലേ ഇത് മാനുവൽ അല്ലേ ഒരു അപാകതയില്ലല്ലോ ശരി 20 മോഡലാണ് വില കൂടി കേട്ടെ വില നമ്മൾ ചോദിക്കുന്നത് 7,35,000 20 മോഡൽ ഉള്ളതുകൊണ്ടല്ലേ ഓക്കെ നിങ്ങൾ വരിക വന്നിട്ട് വണ്ടി നോക്കുക ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുത്താൽ ഇതൊക്കെ ക്വാളിറ്റി ഇല്ല ഇതൊക്കെ കൊണ്ടുപോയി നേരെ വർഷാപ്പിലേക്ക് ഒന്നും കയറുന്നും വേണ്ട ഉപയോഗിക്കാം പെട്രോൾ അടിക്കുക ഉപയോഗിക്കാം ഇതിനൊക്കെ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പണിക്ക് തീർച്ചയായിട്ടും അത് നമ്മളിപ്പോ ഈ ഷോറൂമിൽ ഇപ്പൊ ഈ ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഒന്നിനൊന്നും മെച്ചമുള്ളതാണ് ഒരിക്കലും ഒരു മോശപ്പെട്ട ഏതെങ്കിലും നെഗറ്റീവ് ഉള്ള ഒരു വാഹനം നമ്മളിവിടെ പ്രദർശിപ്പിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ എറണാകുളം ഭാഗത്തേക്കൊക്കെ ഈ പെട്രോൾ വണ്ടി നല്ല മൂവിംഗ് ആണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ മലപ്പുറം ഭാഗത്തേക്കൊന്നും വലിയ ഇവിടുത്തെ ഒരുപാട് ട്രാഫിക് ഏരിയ ഉണ്ടല്ലോ അപ്പൊ ഡീസൽ വണ്ടിനേക്കാൾ കൂടുതൽ ആളുകൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന വലിയ ഓട്ടോ ഉണ്ടാവില്ല ലോക്കൽ ഓട്ടോ ആയിരിക്കും കംപ്ലൈന്റ് ഉണ്ടാവില്ല 7:30 ചോദിക്കുന്നു നമുക്കൊരു മാക്സിമം ലോൺ കയറില്ലേ ഓക്കെ നല്ല ട്രാക്കുള്ള ആളുകൾക്കൊക്കെ എനിക്ക് 7 ലക്ഷം ലോൺ കിട്ടും അല്ലേ ഓക്കെ അടിപൊളി അപ്പൊ മോശമൊന്നുമില്ല ഈ ബൊലേറോ ആണെങ്കിലോ ബൊലേറോയുടെ കേസ് ഇപ്പൊ ഇതേമാതിരിയുള്ള ഒരു ബൊലേറോ ഇപ്പൊ മോഡൽ 2015 ആണെങ്കിൽ പോലും ഇതിന്റെ വില ഇത്ര അല്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില 6,25,000 രൂപയാണ് ചോദിക്കുന്നത് അത് ചെറുതായിട്ട് നമുക്ക് ഇത് പറഞ്ഞ നെഗോഷ്യബിൾ ആണ് ഏറ്റവും ടോപ്പിന്റാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടിയ വീല് ടയറും നല്ല കട്ടയുണ്ട് പിന്നെ നല്ല കട്ടയുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഇത് 69 ഒരു സെക്കൻഡ് അതെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാട്ടോ 73,000 അല്ലേ അതെ അതെ അതായത് അന്ന് ഇറങ്ങിയ വോയിസ് മെയിൽ ഉൾപ്പെടെയുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ പിന്നെ ക്വാളിറ്റിയാണ് അപാകത ഒന്നുമില്ലല്ലോ ഒന്നുമില്ല അല്ലേ എനിക്ക് തോന്നുന്നു ആ ടയറോ അലവിയിലും കൂടി തന്നെ മാത്രമല്ല കുറച്ച് എന്തൊക്കെ വൃത്തിയുണ്ട് വണ്ടി പിന്നെ തീർച്ചയായിട്ടും ബൊലേറോ ഒന്നും ഈ മോഡലിൽ ഇത്രയും ക്വാളിറ്റി കിട്ടാൻ പൊട്ടലൊന്നും ഇല്ലല്ലോ അല്ലേ വാഹനം കാണുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് പറഞ്ഞു കൊടുക്കണല്ലോ എന്തായാലും ചോദിച്ചെന്നുള്ളൂ നല്ല നീറ്റ് വണ്ടിയാണ് നമുക്ക് 6,25 അല്ലേ 6,25 അടിപൊളി അതും നിങ്ങൾക്ക് മാക്സിമം ലോൺ എഴുതി തരും കേട്ടോ പിന്നെ തീർച്ചയായിട്ടും ഓക്കെ ഇനി അതുപോലെ തന്നെ ഇതാണെങ്കിലോ അമേസ് ഇത് അമേസ് 2019 പെട്രോൾ അല്ലേ പെട്രോളാണ് പെട്രോൾ വി ആണെന്ന് തോന്നല്ലോ പെട്രോൾ വി ടോപ്പ് വണ്ടി ഏറ്റവും കൂടിയത് വി അല്ലേ വി ആണ് ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് താഴെ വരും ഏറ്റവും ഫുള്ള് അതുപോലെ തന്നെ അലവിലും ടയറൊക്കെ ഉണ്ട് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒന്ന് കാണിച്ചു തരാം മോശമൊന്നുമില്ല നല്ല നീറ്റാണ് തട്ടുമുട്ട ഭാഗത്ത് ഒന്നുമില്ല ഇതും ഈ പറഞ്ഞ പോലെ മാക്സിമം ലോൺ കയറുന്നതാണ് ഗുണം പിന്നെന്താ ഇതൊക്കെ അറിയാലോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ ഷോറൂം കണ്ടീഷൻ ഉണ്ട് അതൊക്കെ 19 വണ്ടിയും കൂടി അല്ലേ 2019 നമുക്ക് എന്തൊക്കെ വില ഇത് ഒരു 49,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 49 ഓടിയിട്ടുള്ളൂ വില നമ്മൾ ചോദിക്കുന്നത്
5:35 നമ്മൾ 5:35. ആ മോശമൊന്നുമില്ല. 19 വണ്ടിയാണ്, പെട്രോൾ ആണ്, ലോ കിലോമീറ്റർ ആണ് അല്ലേ? അത് ആർക്കും വേണം. 5:35 ഫൈനലാണ് നമ്മളിത്. അതേപോലെ കസ്റ്റമർ ഡയറക്റ്റ് നമുക്ക് കണക്ഷൻ ഉള്ളതാണ്. 5:35 കൊടുക്കാൻ നെഗോഷ്യബിൾ ഇല്ല. 5 ലക്ഷം രൂപ ലോണും കിട്ടും. അതെ, അത് കുറയാനില്ല എന്നാണ് പറഞ്ഞത്. അടുത്തതും അമേസ് തന്നെയാണ്, പക്ഷെ ഡീസലാണ് അല്ലേ? അമേസ് ഡീസൽ. 25 പ്ലസ് മൈലേജാ. 25 പ്ലസ് മൈലേജ് അറിയാം കേട്ടോ. ഇതിന്റെ ഹോണ്ട സിറ്റി, ഹോണ്ട അമേസ് എന്നൊക്കെ പറഞ്ഞാൽ ഹോണ്ടയുടെ ഡീസൽ വണ്ടി എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. കാരണം ഇതൊരു 50,000 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ മുതൽ വന്നു പെട്രോളിന്റെ കൺസപ്ഷൻ വെച്ച്. അപ്പൊ ഇത് 20 മോഡലാ, 2020 മോഡൽ. 20 SMT ആണ്. സിംഗിൾ ഓണർ ആണ്, ഷോറൂം സർവീസ് ആണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 40,000 കിലോമീറ്റർ ഓടിക്കുന്നു. 28/10/2020 ആണ്. ഇതൊരു ഡോക്ടർ ഓൺ വണ്ടിയാണ്, ഡോക്ടർ സിംഗിൾ യൂസ് ആണ്. അത് മാത്രമല്ല ഫ്രണ്ടിലെ 2 ടയർ 40 ഓടി മാറിയിട്ട് ബാക്കിലെ കമ്പനി ടയർ. അടിപൊളി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. ഇതിപ്പോ വിലയാണ് എനിക്ക് അറിയണ്ടത്. വില ഇപ്പൊ ചോദിക്കുന്നത് നമ്മള് 7,60,000 രൂപയാണ് വില ഫൈനല്. അത് എന്തെങ്കിലും ചെറിയ കുറവേ ഉണ്ടാകുള്ളൂ. അതായത് ഈ വണ്ടിയുടെ കേസിൽ ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി വേണം എടുത്താൽ. അതെ, അല്ല ഇതൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരാണ്. ഡീസൽ വണ്ടി ഇപ്പൊ ഇത്രയും ക്വാളിറ്റിയിൽ ഈ ഹോണ്ടയിൽ കിട്ടാൻ വളരെ അപൂർവം. ഹോണ്ട വൺസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലാഭം വെച്ച് നോക്കുമ്പോൾ അവർ കൊടുക്കാൻ ഈ കിലോമീറ്റർ ഒന്നും കൊടുക്കില്ല. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിച്ചാൽ കൊടുക്കുക. അതെ, ഇത് 2014 മോഡൽ റിറ്റ്സ്, 2014 റിറ്റ്സ് ആണ്. 68,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഇതും സിംഗിൾ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണർ ആണ്. അതെ, ഇത് അന്ന് വന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ആട്ടോ. അതെ, സ്പെഷ്യൽ എഡിഷൻ ആണ്. എല്ലാം ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. വണ്ടിയാണ് ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. അതായത് 14 പെട്രോൾ അല്ലേ? 2014 റീപ്ലേസ് ഒന്നുമില്ല. എന്താ വില? ഇത് 3,50,000 രൂപ. 3.5 ലക്ഷം രൂപ. എന്തെങ്കിലും കുറയോ? എന്തെങ്കിലും ചെറിയ നഷ്ടം. അരിമാട്ടനാവില്ല, ചെറുതാ. പക്ഷെ ഇതൊക്കെ മോഡൽ വില വെച്ചല്ലോ നോക്കേണ്ടത്. വണ്ടിയുടെ ക്വാളിറ്റിയാണ്. അത് ഈ മോഡലൊക്കെ ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടൽ അപൂർവമാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. 10 രൂപ കൂടുതലാണ് സമ്മതിച്ചു. അതാണ് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകത. അതാണ് നമ്മളെ പറ്റി അറിയുന്ന ആളുകളെല്ലാം അവർക്കറിയാതെ. ഇതൊക്കെ ധൈര്യമായിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന വണ്ടി. അതൊന്നും ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണം നോക്കിക്കോളൂ. നിങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഉള്ളിൽ കുറച്ച് വണ്ടി കൂടി അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഓസ്കാറിൽ ഈ ഒരു 4 വണ്ടി കൂടി കാണിച്ച് ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം അല്ലേ? 4 കാണിച്ചു കൊടുക്കാം. ഈ സെലർ ഏതാ മോഡല്? ഇത് സെലർ 2022 ആണ്. 22 അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 80,000 ഓടിയിട്ടുണ്ട്. 80 ഓടി അല്ലേ? പക്ഷെ ആ മോഡൽ പറഞ്ഞാലും വിശ്വസിക്കില്ല. ക്വാളിറ്റിയിലും CNG ഉണ്ടോ ഇതില്? CNG ഇല്ല. പെട്രോൾ മോശമില്ലാത്ത മൈലേജും ഉണ്ടല്ലോ അല്ലേ? മൈലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഓടിയത്. VXI അല്ലേ? അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരപാകത. ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം ഇല്ല. അടിപൊളി. അത്യാവശ്യം മോശമൊന്നുമില്ല. വണ്ടി നല്ല ക്ലീൻ ആണ്. കുറച്ച് കിലോമീറ്റർ, അതായത് 22-നെ അപേക്ഷിച്ച് ലേശം കൂടുതൽ ഓടിയിട്ടുണ്ട്. അത്ര എന്താ വില? ഇതിന്റെ വില 4,20,000 രൂപ. 4,20,000 കൊടുക്കാം. 22 വണ്ടിയല്ലേ അല്ലേ? 22 വണ്ടി ഇപ്പോ അത് മോശമില്ലാത്ത നല്ല പ്രൈസ് അല്ലേ? മാക്സിമം കുറച്ചും കുറേ ഉണ്ടാവില്ല അല്ലേ? കുറേ ഉണ്ടാവോ? ഇല്ല, കുറയാനുള്ള സാധ്യതയില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് സംസാരിച്ച് നോക്കാം. പറ്റുമ്പോൾ ചെയ്ത് നോക്കി. 4,25,000 രൂപയ്ക്ക് 22 വണ്ടി അല്ലേ? അതെ, മോശമൊന്നുമില്ല. അടിപൊളി. അത് ഇതാണെങ്കിലോ ഡീസലാ? ഇതാണെങ്കിൽ ഡീസൽ വണ്ടി. ഹോണ്ടയുടെ അമേസ് 2013 വണ്ടി, സിംഗിൾ ഓണർ. 13 വാഹനങ്ങളൊന്നും ഇപ്പൊ ഈ മോഡലിൽ കിട്ടാനില്ല. മാത്രമല്ല സെക്കൻഡ് ഫേസ് ആട്ടോ വണ്ടി. ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് വന്ന ഫേസ് ആണ്. അതെ, സെക്കൻഡ് ഫേസ് ആണ്. 86,200 കിലോമീറ്റർ ഓടിയിരുന്നു ശരിക്കും. അതൊക്കെ ഇന്ത്യയിലൊക്കെ നോക്കിയാൽ പിന്നെ ലൈക്ക് ന്യൂ കമ്പനി വന്ന സീറ്റ് അല്ലേ ഇത്? അതെ. 13 വണ്ടിയിൽ ഡീസൽ ഇത്രയും വൃത്തിയുള്ള വണ്ടികൾ കാണൽ കുറവാണ്. അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഒരപാകത്തില്ല. ഈ 70 സംതിങ് കറക്റ്റ് കിലോമീറ്റർ അത് കറക്റ്റ് ആണ്. കമ്പനി സർവീസ് അടിപൊളി. അത് സംഭവം വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. ഒരു അപാകത ഇല്ല എന്നുള്ളത് വൃത്തിയുണ്ട്. പിന്നെ ഇത് നമുക്ക് വിലയോ? ഇത് 3,50,000 രൂപ. 3.5 ലക്ഷം രൂപ. അടിപൊളി. അത് ആരും വേണം നോക്കിക്കോട്ടോ. അത് ഡീസൽ വണ്ടി 25 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി അല്ലേ? കംപ്ലൈന്റ് ഇതൊക്കെ പെട്ടെന്ന് പോയി. ഇതിപ്പോ വന്നുള്ളൂ, ജസ്റ്റ് വന്ന്. 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് എടുത്തോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡിസയർ കിടക്കുന്നുണ്ട്. ഡിസയർ ഇത് ഏതൊക്കെ മോഡല്? 2018 ഡിസയർ. 18 ഓട്ടോമാറ്റിക്. അടിപൊളി. അതുപോലെ തന്നെ CNG ഉണ്ട്. 4 ടയർ പുത്തൻ ടയർ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 ടയർ പുതിയതാണ്. ഓട്ടോമാറ്റിക്കലി CNG 40 കിലോമീറ്റർ മൈലേജ് കിട്ടില്ലേ? ഇതൊരു 30 കിലോമീറ്റർ മൈലേജ് കിട്ടും CNG. CNG ഓട്ടോമാറ്റിക് ആണ്, AMT ആണ്. അതും ഡിസയർ 18 മോഡൽ അല്ലേ? എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ജസ്റ്റ് വാഹനം കാണുമ്പോൾ തന്നെ അറിയാം അപാകത ഉണ്ടോ ഇല്ലെന്ന്. അതെ. അത്ര ക്വാളിറ്റി ഇന്ത്യയിലും എല്ലാം സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. VXI വണ്ടിയാണ്. അലോയ് വീല് സെപ്പറേറ്റ് കൊള്ളാം. ഓൾമോസ്റ്റ് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ZXI പറയാം. എല്ലാ ഫീച്ചേഴ്സും മാറ്റം ഇതുണ്ട്.
റീപ്ലേസ് ഇല്ലല്ലോ. അതുപോലെ തന്നെ കിലോ ഹിസ്റ്ററി പക്കയല്ലേ? ഹിസ്റ്ററി പക്ക 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതെന്റെ ഒരു പരിചയക്കാരൻ ഉപയോഗിച്ചിരുന്നതാണ്. വില ചോദിക്കുന്നത് 5,90,000 രൂപ. 5,90,000 അല്ലേ? എന്തെങ്കിലും കുറെ ഉണ്ടോ ഇതില്? അത് ചെറുതായിട്ട് ചെറുതായിട്ട് വരുമ്പോ ഒരു സ്നേഹത്തിന്റെ പേര് കുറച്ചു. ഇതൊരു ആവശ്യക്കാരൻ CNG ചോദിച്ചു ഓട്ടോമാറ്റിക് തന്നെ ആൾക്ക് ഇതിന് ബാർ ചെയ്യാനില്ല. 75 രൂപ എങ്ങാണ്ട് CNG റേറ്റ് വരും. അത് മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് അപ്പോൾ 5 ലക്ഷം രൂപ പെട്രോൾ അത് ഓട്ടോമാറ്റിക്. അടിപൊളി. അത് വേണേ ഊരി വിറ്റാൽ വില കിട്ടും. വേണമെങ്കിൽ അല്ല ഊരി വിൽക്കുന്നത് വേണമായിരുന്നോട്ടെ. അല്ല ഞാൻ പറയാം വണ്ടിക്ക് വില കൂടുതലാന്ന് തോന്നുന്നത് അത് ഊരി വിറ്റോ 60,000 രൂപ കിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ 5,90 ഈ സാധനം എടുത്തോണ്ട് പോകാം. 30 കിലോമീറ്റർ മൈലേജ് ഉള്ള ക്ലീൻ വണ്ടി അല്ലേ? ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കാണിച്ചു കൊടുക്കാം. ഇന്നോവ അല്ലേ? ഇന്നോവ പിന്നെ എന്താ പറയാ, ചെയ്യാണ്ട് പോളിഷൊക്കെ ചെയ്യാണ്ട് ആസിക് കണ്ടീഷനിൽ കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടുത്തെ കൗൺസിലറുടെ വാഹനമാണ്. അദ്ദേഹം ഒരു ടൂർ പോയപ്പോൾ ആഗ്രഹപ്രകാരം അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചാണ്. റിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ. അദ്ദേഹം അവിടെ നിന്ന് ഓടിച്ചു പോകുന്നതാണ്. അപ്പൊ ഒരു വർഷത്തോളം ഉപയോഗിച്ചു അദ്ദേഹം. ആ ഉപയോഗിച്ചതിന് ശേഷം കൂടെ കൊണ്ടുവന്നാണ് നമ്മളെ പരിചയത്തിന്റെ പേരിൽ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. ചെയ്യാറില്ല. ഇതിപ്പോ അദ്ദേഹം നമ്മുടെ പരിചയക്കാരൻ സുഹൃത്തായിട്ട് അതുകൊണ്ട് മാത്രം നമ്മള് ഇത് ഡയറക്റ്റ് ഓണർ കൊണ്ടുവന്നിട്ടിരിക്കുന്ന പേപ്പറൊക്കെ കാൽസവനില്. ഇത് ഒന്നും ചെയ്യണ്ട, ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഈ ഹെഡ്ലൈറ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ വണ്ടി വൃത്തിയായില്ലേ? ഇത് 2015 ഉണ്ട്. മോഡൽ 15 റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ഇല്ല. അത് അടിപൊളി. 11.5 മെയിൻ ക്ലാസ് മാറിയില്ല. അടിപൊളി. പിന്നെ കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ ഇരിക്കുന്ന നമ്മള് പറയുകയാണെങ്കിൽ ഒരു 1 ചില്ലറ ഓടി ഉണ്ടാവും അല്ലേ? അതെ. ഇതൊക്കെ നമുക്ക് 1.83 ഇതിൽ മെൻഷൻ ചെയ്യുന്ന സർവീസ് ഇതാണെന്ന് പറയുന്നു. പക്ഷേ അതർ സ്റ്റേറ്റ് വാഹനം അതിന്റെ പേര് നമുക്ക് 100% നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യം ഉണ്ട്. അതായത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ മാത്രം ചിലപ്പോൾ ആയിരിക്കാം. അപ്പൊ അത് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി വിവരം ഇതില്ലാത്തതിന്റെ പേര് അറിവില്ലല്ലോ. അതെ, ചെക്ക് ചെയ്തു. ഇതിപ്പോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും? ഇതിപ്പോ ഒരു 7.75 ചോദിക്കുന്നത്. നമുക്ക് താഴേക്ക് നമുക്ക് ഒരു 750 അല്ലെങ്കിൽ അതിന് താഴേക്ക് കിട്ടാനുള്ള സംസാരിച്ച് വാങ്ങിക്കാം. അദ്ദേഹമായിട്ട് അദ്ദേഹം ഒരു ഫ്ലെക്സിബിൾ ആണ്, മനുഷ്യനാണ്. വണ്ടി വേറെ അപാകതയില്ല. അതായത് മെയിൻ ക്ലാസ് പോലും മാറാത്ത ഈ വണ്ടിയാണ്. പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്തുള്ള പേപ്പർ ആയതാണ് അല്ലേ? എന്നാൽ നിങ്ങൾ മാക്സിമം ഒന്ന് കുറച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണ്ടോ? ഇത് വരട്ടെ, അതൊന്ന് നോക്കട്ടെ. നോക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഡയറക്റ്റ് പാർട്ടിയെ തന്നെ വിളിച്ച് നമുക്ക് ഡീൽ ചെയ്യാം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം. അത്രേ ഉള്ളൂ. അപ്പൊ എന്നാലും നമ്മുടെ എറണാകുളം ജില്ലയില് ആലുവയ്ക്ക് അടുത്തല്ലേ? ആലുവയ്ക്ക് അടുത്തല്ല, ആലുവ ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പാണ്. അതെ. അപ്പൊ ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികൾ ഞാൻ പറഞ്ഞല്ലോ. ആദ്യം മുതലേ നമ്മൾ പറഞ്ഞൊരു കേസുണ്ട്. ഇപ്പൊ ഇവിടുത്തെ വീഡിയോ കാണാൻ പലരും കമന്റ് ചെയ്യും വില കൂടുതലാണ്. അതേ വില കൂടുതലാണ്, ഒരു 10 രൂപ കൂടുതലാണ് അല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള മൂല്യമുണ്ട്. 10 രൂപ കൂടിക്കോട്ടെ, അതിന് 50 രൂപയുടെ മൂല്യം കൂടുതലുണ്ട്. കാരണം ഒരു വർക്ക്ഷോപ്പിലേക്ക് ഇവിടുന്ന് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മളെ പറ്റി അറിയാവുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നേരെ ഉപയോഗിക്കുന്നുണ്ടോണത്. അല്ലാണ്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് എഞ്ചിൻ ബോക്സ്, ഗിയർ ബോക്സ്, ക്ലച്ച്, അങ്ങനെ ആ പണി, അതുപോലെ പല പണി, എല്ലാ വാഹനം എന്തെല്ലാം മെയിൻ്റനൻസും ഉണ്ടെങ്കിൽ എല്ലാം തീർത്തിട്ടേക്കുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മളുള്ളതെല്ലാം. തീർച്ചയായിട്ടും ഒരാള് വന്ന് എടുക്കുമ്പോൾ ധൈര്യമായിട്ട് നീ ചെക്കൊന്നും ചെയ്യേണ്ട, കൊണ്ടൊക്കെ ഒന്ന് കൊടുത്തു വിടാം. തീർച്ചയായിട്ടും. യെസ്, അതാണ്. അപ്പൊ എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏത് വണ്ടിയിൽ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്ത് വിളിക്കാനേ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് രീതിയിൽ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അടിപൊളി. പിന്നെ പറഞ്ഞ വിലകളിലൊക്കെ മാക്സിമം കുറയ്ക്കാൻ അത് കുറച്ചും കൊടുക്കും. ചെയ്ത് കൊടുക്കാവുന്നത്. പറ്റാത്തത് പറ്റില്ല, ചിലത് പറ്റാത്തത്. ചിലതൊക്കെ എപ്പിസോഡ് വൈൻഡപ്പ് അല്ലേ? എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇവിടെ സ്ഥിരമായിട്ട് വീഡിയോ വരും. ഒരുപാടധികം വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.